ഹലോ. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ചില ഉറപ്പുകളുണ്ട്. അത് സർക്കാരിന് പോലും നിങ്ങളിൽ നിന്ന് എടുത്തുമാറ്റാൻ കഴിയില്ല. അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയമെന്ന് തന്നെ പറയാവുന്ന മൗലികാവകാശങ്ങൾ. അപ്പോൾ ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ഈ ശക്തിയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ തുടങ്ങാം, അല്ലേ? നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ ഉത്തരത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ കാതലിരിക്കുന്നത്. അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം മറ്റൊന്നുമല്ല, നമ്മുടെ മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു പൗരന് നിഷേധിക്കാൻ പാടില്ലാത്ത അടിസ്ഥാനപരമായ അവകാശങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യം അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണിത്. അതുകൊണ്ടാണിതിനെ ഇന്ത്യയുടെ സ്വന്തം മാഗ്ന കാർട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. അല്ല, ഒരു സംശയം. ഇത്രയും ശക്തമായൊരാശയം, അതായത് സാധാരണ പൗരന്മാർക്ക് ഇത്രയധികം അധികാരം നൽകുന്ന ഈയൊരു ചിന്ത, ഇതെവിടെ നിന്നായിരിക്കും നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് കിട്ടിയിട്ടുണ്ടാവുക? നമുക്കതിന്റെ വേരുകളൊന്ന് തേടിപ്പോയി നോക്കാം. ഇതിനുള്ള പ്രചോദനം വരുന്നത് ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ അമേരിക്കയിൽ നിന്നാണ്. അവരുടെ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് ഒരു വഴികാട്ടിയായത്. തീർച്ചയായും നമ്മൾ അത് അതേപടി പകർത്തുകയല്ല ചെയ്തത്. ആ മഹത്തായ ആശയത്തെ നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇത് ഓർത്തിരിക്കാൻ ഒരു രസകരമായ കോഡുണ്ട്. ആം ഐ റൈറ്റ് എന്ന ഈ ചോദ്യം ഓർത്താൽ മതി. ഇതിലെ ആം എന്നത് അമേരിക്കയെയും റൈറ്റ് എന്നത് നമ്മുടെ മൗലികാവകാശങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? ഇനി മറക്കില്ലല്ലോ. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, തുടക്കത്തിൽ നമുക്ക് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 1978-ൽ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു വലിയ മാറ്റം വന്നു. സ്വത്തവകാശം, അതിനെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റി ഒരു സാധാരണ നിയമപരമായ അവകാശമാക്കി. അതോടെ നമ്മുടെ അടിസ്ഥാനപരമായ ഉറപ്പുകളുടെ എണ്ണം 7-ൽ നിന്ന് 6ആയി മാറി. അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന ആ 6 ശക്തമായ തൂണുകൾ ഏതൊക്കെയാണ്? ഓരോ ഇന്ത്യൻ പൗരനും ലഭിക്കുന്ന ആ 6 അടിസ്ഥാനപരമായ ഉറപ്പുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഈ നമ്പർ ഓർത്തുവെച്ചോളൂ. 6. നമ്മുടെ 6 അടിസ്ഥാന അവകാശങ്ങൾ. ഇവയൊക്കെയാണ്: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, പിന്നെ എല്ലാറ്റിനും ഒരു രക്ഷാകവചം പോലെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇവയെല്ലാം ചേരുമ്പോഴാണ് ഒരു ഇന്ത്യൻ പൗരന്റെ അന്തസ്സ് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കേട്ട 6 അവകാശങ്ങളുണ്ടല്ലോ, അതിൽ ഒരെണ്ണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു അവകാശം മാത്രമല്ല, മറ്റ് 5 അവകാശങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു കാവൽക്കാരൻ കൂടിയാണ്. ഏതാണെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ആർട്ടിക്കിൾ 32, അതായത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഡോക്ടർ ബി.ആർ. അംബേദ്കർ വെറുതെയല്ല ഇതിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചത്. കാരണം വളരെ ലളിതമാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു അവകാശം ലംഘിക്കപ്പെട്ടാൽ നീതിക്കായി സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാൻ നിങ്ങൾക്ക് ശക്തി നൽകുന്നത് ഈ ഒരൊറ്റ അവകാശമാണ്. ഒന്നാലോചിച്ചു നോക്കൂ. ഇതില്ലായിരുന്നെങ്കിൽ മറ്റെല്ലാ അവകാശങ്ങളും വെറും കടലാസിലെ അക്ഷരങ്ങൾ മാത്രമായി മാറിയേനെ. എന്നാൽ ഈ അവകാശങ്ങൾക്ക് ഒരു പരിധിയുമില്ലേ? ഉണ്ട്. അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ നമ്മുടെ ജീവിക്കാനുള്ള അവകാശം ഒഴികെയുള്ള മിക്ക മൗലികാവകാശങ്ങളും താൽക്കാലികമായി റദ്ദു ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ജർമ്മനിയിൽ നിന്ന് നമ്മൾ കടമെടുത്ത ഈയൊരു വ്യവസ്ഥ വ്യക്തിയുടെ അവകാശവും രാഷ്ട്രത്തിന്റെ സുരക്ഷയും തമ്മിലുള്ള ഒരു നിർണായകമായ ബാലൻസിങ്ങിനെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോ നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതാണ്: ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവും രാജ്യത്തിന്റെ സുരക്ഷയും തമ്മിലുള്ള ഈ അതിഅലോലമായ നൂൽപ്പാലം, അത് എവിടെയാണ് വരയ്ക്കേണ്ടത്? ഇതിനൊരു ശരിയായ ഉത്തരമുണ്ടോ? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം.